പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മുറിയിലെത്തി ഷർട്ട് മാറ്റി ദേഹത്തെ പാടുകൾ നോക്കുകയായിരുന്നു വിശ്വം. അത് കണ്ടുകൊണ്ട് മുറിയിലേക്ക് വന്ന ശ്രീജ ചോദിച്ചു, വിശ്വേട്ടാ, എന്തായി കാണുന്നേ? വിശ്വേട്ടനെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്? സത്യം പറ വിശ്വേട്ടാ, ആ പോലീസുകാർ തല്ലിയല്ലേ? വിശ്വം പറഞ്ഞു, എന്റെയും അച്ഛൻ്റെയും മുന്നിൽ വെച്ചാ വിനായകരെ അയാൾ തല്ലിയത്. അത് അച്ഛന് വലിയ വിഷമമായി. സങ്കടം കൊണ്ട് അച്ഛൻ നെഞ്ചുവേദന വരെ വന്നു. എന്നെ മാറ്റി നിർത്തിയാ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ എന്നെ തല്ലുന്നത് അച്ഛൻ കണ്ടില്ല. പിന്നെ പുറത്തു വന്നപ്പോൾ എന്നെ തല്ലിയില്ലാന്ന് ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ വിനായകൻ ചൂട് പിടിക്കുന്നതും മരുന്ന് വെക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ ഞാനൊന്നുമില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാ. വെറുതെ അവരെ കൂടി സങ്കടപ്പെടുത്തുന്നത് എന്തിനാ? ശ്രീജ വിശ്വത്തിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. നന്ദിനി വിനായകനോട് ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ എന്നെ വിളിച്ചത് കേട്ടോ, ക്ഷുദ്രജീവിയെന്ന്? നിങ്ങളുടെ അച്ഛൻ ഒരു ഗുണ്ടയായി മാറിയോ എന്ന് എനിക്കൊരു സംശയം. ഇത്രയധികം തല്ല് നിങ്ങൾക്ക് കിട്ടാൻ കാരണം അവൻ ഒറ്റൊരുത്തനല്ലേ? എന്നിട്ട് തല്ല് വാങ്ങിയ നിങ്ങളെക്കാൾ ഒളിവിലിരിക്കുന്ന അവനോടാണല്ലോ നിങ്ങളുടെ അച്ഛനിപ്പോൾ കൂറ്. ഇനി അവനെങ്ങാനും തിരിച്ചു വന്നാൽ അവർ രണ്ടുപേരും കൂടിയാണോ കൊട്ടേഷൻ എടുക്കാൻ പോകുന്നത് എന്നെനിക്കൊന്നറിയണം. നന്ദിനി പറയുന്നത് കേട്ട് വിനായകൻ പറഞ്ഞു, നന്ദിനി, ഒരിക്കൽ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ നമ്മളെ. കരഞ്ഞ് കാല് പിടിച്ചിട്ടാ തിരിച്ചു കയറിയത്. നീയായിട്ട് ആ അവസ്ഥയിലേക്ക് വീണ്ടും കൊണ്ടെത്തിക്കരുത് പ്ലീസ്. നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടത് ആരോടാണെന്ന് എനിക്കറിയാം. നന്ദിനി ഉടനെ വേദയെ വിളിച്ചു. നീയും നിന്റെ ഗുണ്ടാ ഭർത്താവും കൂടി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ അനുഭവിക്കുന്നത് ഞാനും എൻ്റെ ഭർത്താവും ഈ കുടുംബക്കാരുമൊക്കെയാ. നീ വിക്രത്തെ കൊണ്ട് ആ വരുണിനെ കൊല്ലിച്ചത് നിന്റെ അനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേടി? എല്ലാം എനിക്കറിയാം. നീയും വിക്രവും കൂടി നിന്റെ അനിയത്തിയെ പിന്തിരിപ്പിക്കാൻ നോക്കിയതും അവൾ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ബന്ധത്തിൽ ഉറച്ചു നിന്നതും ഒക്കെ എനിക്കറിയാം. വരുണിനെ പോലുള്ള ഒരുത്തനിൽ നിന്ന് അനിയത്തി രക്ഷിക്കാൻ നീ നിന്റെ ഗുണ്ടാ ഭർത്താവിന് കൊട്ടേഷൻ കൊടുത്തു. അവനത് ഭംഗിയായിട്ട് ചെയ്ത് ഒളിവിലും പോയി. ഇപ്പോ വിക്രം എവിടെയാണെന്ന് ചോദിച്ച് പോലീസ് ഈ വീട്ടിലാ കയറിയിറങ്ങുന്നത്. ഇന്ന് അച്ഛനെയും അവന്റെ ചേട്ടന്മാരെയും സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യുന്നതിനിടയിൽ SI കൈത്തരിപ്പ് തീർത്തത് വിനയേട്ടന്റെ ദേഹത്താ. അച്ഛന് ശരീരത്തിനൊന്നും പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഈ ധർമ്മവും നീതിയും ഒക്കെ ഉപേക്ഷിച്ച് കൊട്ടേഷൻ പണിക്കിറക്കുന്ന മട്ടായിട്ടുണ്ട്. ഞാൻ ദർശനെ കൊണ്ട് വിളിപ്പിച്ചിരുന്നു നന്ദിനിയേട്ടത്തി. പക്ഷേ അവർ ദേഹോപദ്രവം ഏൽപ്പിക്കും എന്ന് കരുതിയില്ല. വേദ പറഞ്ഞു, നീ വക്കീലിനോടോ നിന്റെ അച്ഛൻ ജഡ്ജിയോടോ ഏത് കൊമ്പത്തെ ആളോട് പറഞ്ഞിട്ടാണെങ്കിലും ഇത് നിർത്തിത്തരണം. ഇനി മേലിൽ എൻ്റെ ഭർത്താവ് ഇതിൻ്റെ പേരിൽ ഒരടി കൊള്ളരുത്, നന്ദിനി പറഞ്ഞു. വേദ ഉടനെ ഇഷിതയെ വിളിച്ച് വിക്രമിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. വേദ വിക്രമിനോട് ചോദിച്ചു, റെഡിയായോ? 12 മണി കഴിയുമ്പോൾ എത്തിയാൽ മതി. CCTV ഞാൻ ഡിസ്കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഗേറ്റ് പാതി തുറന്നു കിടപ്പുണ്ടാവും. പുറത്തെത്തിയാൽ എനിക്കൊരു റിംഗ് തരണം. മെയിൻ സ്വിച്ച് ഞാൻ ഓഫ് ചെയ്യും. അകത്തെ മുറിയിലെ ഫാൻ മാത്രമേ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യൂ. നേരെ കയറി വന്നാൽ മതി. ഞാൻ മുകളിലുണ്ടാകും. വിക്രം, ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ആകെ വഷളായി കഴിഞ്ഞു. ആ ഇൻസ്പെക്ടർ സാബു അച്ഛനെയും ചേട്ടന്മാരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തല്ലിച്ചതച്ചെന്നാ നന്ദിനിയേട്ടത്തി വിളിച്ചു പറഞ്ഞത്. അയാളുടെ സ്വഭാവം അറിയാമല്ലോ. വിക്രമിനെ കിട്ടാതെ വിരള് പിടിച്ച് നടക്കുമായിരിക്കും. തൽക്കാലം ഇപ്പോൾ വിക്രം അയാളുടെ കണ്ണിൽ പെടാതെ നിൽക്കണം. നിയമപരമായി എന്താ ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് ആലോചിക്കാം. പേടിക്കണ്ട, അച്ഛന് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. ഉണ്ടായെങ്കിൽ അത് നന്ദിനിയേട്ടത്തി പറഞ്ഞേനെ. വേദ പറഞ്ഞതെല്ലാം കേട്ട വിക്രം ഇഷിതയോട് കാറിന്റെ കീ ചോദിച്ചു. അവിടേക്ക് പോകുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്, വിക്രം പറഞ്ഞു. കീ കൊടുക്കാൻ ഇഷിത വിസമ്മതിച്ചു. ആരും അറിയാതെ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരണം, അത്രയേ വേണ്ടൂ. ഇഷിതയുടെ കാറാകുമ്പോൾ ആരും സംശയിക്കില്ല. അതാ, എങ്ങോട്ടേക്കാണെന്ന് ഞാൻ പോയി വന്നിട്ട് പറയാം. തൽക്കാലം ഇത് വേദയോട് പോലും പറയാൻ പറ്റില്ല. ഇന്നിത് നടന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളാരും പറയുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല എന്നാകും. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ, വിക്രം പറഞ്ഞു. കീ തരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ ഇനിയും കുഴപ്പങ്ങളിൽ ചെന്ന് ചാടരുത്, ഇഷിത പറഞ്ഞു. ഇനി കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന് ഞാനിത് ചെയ്തില്ലെങ്കിൽ നാളെ മുതൽ എല്ലാവർക്കും പ്രശ്നമാകും. ഒരുപക്ഷെ ഇഷിതയ്ക്ക് വരെ. പ്ലീസ് 1 മണിക്കൂർ നേരത്തേക്ക് എനിക്ക് വണ്ടി ഒന്ന് താ, വിക്രം പറഞ്ഞു. ഇഷിത കീ വിക്രമിന് കൊടുത്തു. ഇതേ സമയം സാബുവും ചന്ദ്രശേഖരനും കൂടിക്കാഴ്ച നടത്തുകയാണ്. നന്നായി സാബു, അവനല്ലേ പിടിതരാതിരിക്കുന്നുള്ളൂ. അവനുള്ളത് അവന്റെ കുടുംബത്തിനെങ്കിലും കിട്ടട്ടെ. അവൻ പിടിതരാതെ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാകും. ഇങ്ങനെയുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് അവന്റെ ചെവിയിലെത്തണം. ഇനി സാബുവിന്റെ ഉത്തരവാദിത്വം അതാണ്, ചന്ദ്രശേഖരൻ പറഞ്ഞു. സംഗതി അത്ര എളുപ്പമൊന്നുമല്ല. അവര് പരാതിയുമായി പോയാൽ എന്റെ തൊപ്പി തെറിക്കും, സാബു പറഞ്ഞു. ഒരു പരാതിക്കും അവര് പോകില്ല. താൻ ആ വീട്ടിലെ ആണുങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് വേണ്ടത് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാസവന്റെ ആളുകളെ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചോളാം. വാസവന്റെ ആളുകൾ
കയറിയിറങ്ങുന്ന വീട് എന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങുമ്പോൾ അവന് കാര്യം മനസ്സിലാകും. ഗതികെട്ട് അവൻ പുറത്തു ചാടണം. നമുക്ക് വേണ്ട ഒരാളെ കൂടി ഇനി താൻ കണ്ടുപിടിക്കണം, പുളിക്കനെ. വിക്രം ഇങ്ങനെ മറയിലിരിക്കുന്നത് തന്നെ പുളിക്കനെ കണ്ടുപിടിക്കാം എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ്. അവന്റെ കയ്യിൽ പുളിക്കൻ ചെന്നുപെട്ടാൽ അതോടെ സകലതും പൊളിയും. പുളിക്കനെ അവന് കിട്ടുന്നതിന് മുൻപ് നമുക്കവനെ കിട്ടണം, ചന്ദ്രശേഖരൻ പറഞ്ഞു. സാറ് ധൈര്യമായിരുന്നോ, പുളിക്കനെ ഞാൻ ഈ ഉള്ളം കയ്യിൽ വെച്ച് തരും, സാബു പറഞ്ഞു. അങ്ങനെ ചന്ദ്രശേഖരനുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങുന്ന സാബുവിനെ വിക്രം കെണിയൊരുക്കി കാത്തിരുന്ന് പിടികൂടുകയാണ്. അടുത്ത എപ്പിസോഡിൽ വിക്രം വേദയുടെ അരികിൽ എത്തുന്നതും വിക്രമിനെ അന്വേഷിച്ച് പോലീസ് വേദയുടെ വീട്ടിലെത്തുന്നതും വേദയുടെ മുറി പരിശോധിക്കുന്നതും കാണാം. കൂടാതെ വിക്രമും വേദയും ഒരുമിച്ചുള്ള കുറേ നല്ല നിമിഷങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബായ്.